മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മേജർ മനോജ് കുമാറിന്റെ സ്മരണകൾക്ക് 9 ആണ്ട് തികഞ്ഞപ്പോൾ ജന്മനാട്ടിൽ സ്മൃതിമണ്ഡപം ഉയർന്നു. 2016 മെയ് 31-ന് പുൽഗാവിലെ ആയുധപുരയിലുണ്ടായ സ്ഫോടനത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മേജർ മനോജ് കുമാർ വീരമൃത്യു വരിച്ചത്. ജന്മനാടായ കാർത്തികപ്പള്ളി ചിറയിൽപ്പടിക്കൽ ജംഗ്ഷനിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ നിർമ്മിച്ച സ്മൃതിമണ്ഡപം കൃഷിമന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിച്ചു. 2016 മെയ് 31-ന് പുൽഗാവിലെ ആയുധപുരയിലുണ്ടായ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കവേ വീരമൃത്യു വരിച്ച ധീര സൈനികനായ മേജർ മനോജ് കുമാറിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ അദ്ദേഹത്തിന്റെ ജന്മനാടായ കാർത്തികപ്പള്ളി ചിറയിൽപ്പടിക്കൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് നിർമ്മിച്ച സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. രാജ്യം സേനാ മെഡൽ നൽകി ആദരിച്ച ധീര സൈനികനാണ് മനോജ് കുമാർ. സ്മൃതി മണ്ഡപത്തിന്റെ സമർപ്പണം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. 8 കേരള NCC ബറ്റാലിയനിലെ കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ് 8 കേരള ബറ്റാലിയൻ ECHS ഡയറക്ടർ കേണൽ നേവൽ ഗാട്ടി, ITBP അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസ്, എക്സ്-സർവീസ്മാൻ ലീഗ്, സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്നിവയുടെ പ്രതിനിധികളും സൈനിക കുടുംബാംഗങ്ങളും നാട്ടുകാരും ധീരയോദ്ധാവിന് പുഷ്പചക്രം അർപ്പിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതിർത്തിയിൽ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് എന്നത് ചാനലുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളല്ല. വളരെയധികം ദുഷ്കരങ്ങളായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ സൈനികർ രാജ്യത്തിന് വേണ്ടി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അതിനെ നമുക്ക് ഏത് തരത്തിൽ ആണ് അവതരിപ്പിക്കുന്നത്, പട്ടാളക്കാർ തന്നെ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടവർ തന്നെ പറയും. നമുക്ക് അത് കേവലമായ ചില പട്ടാളക്കഥകൾ മാത്രമാണ്. ചിലരൊക്കെ വീമ്പ് പറയാൻ വേണ്ടി പറയുന്നതാണെന്ന് പോലും ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ കേവലമായ പട്ടാളക്കഥ അല്ല, അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഈ പണികളിൽ ഏർപ്പെടുകയാണ്. നമുക്കൊരു മഴ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ടല്ലേ ഇവരെല്ലാം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരും 1 ദിവസം 2 ദിവസമായി കരണ്ടില്ല എന്ന് പറയുന്നവരും ഒക്കെ ഞാൻ ഇന്ന് തന്നെയും നിരവധി ഫോൺ കോളുകൾ ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഇങ്ങനെ നിൽക്കുന്നു, മരം വീണിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ചെറിയ അസൗകര്യങ്ങൾ പോലും നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്നത്. അപ്പോൾ അസൗകര്യങ്ങളുടെ നടുവിൽ നിൽക്കേണ്ടി വരുന്നവരെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ നിൽക്കുന്നവർ, നമുക്ക് അവരുടെ മറ്റു കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികരാണ് യഥാർത്ഥ രക്ഷകരെന്നും അദ്ദേഹം പറഞ്ഞു. ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കരിപ്പാട് സ്വാഗതം പറഞ്ഞു. മേജർ മനോജ് കുമാറിന്റെ മാതാപിതാക്കളായ ഭാരതി, കൃഷ്ണൻ 2024 ജൂണിൽ ജമ്മുവിലെ രജൌരി സെക്ടറിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരയോദ്ധാവ് വിജയൻകുട്ടിയുടെ ഭാര്യ നിഷ വിജയൻകുട്ടി എന്നിവരെ ചടങ്ങിൽ പൊന്നാടയും ഫലകവും നൽകി മന്ത്രി ആദരിച്ചു. സ്മൃതി മണ്ഡപത്തിന്റെ ശില്പി ശിശുപാലനെയും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ കുടുംബാംഗങ്ങളുടെ മക്കളായ ഗാഥ, ശ്വേത, ശ്രീനന്ദ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ECHS കേരള ഡയറക്ടർ കേണൽ നേവൽ ഗാട്ടി, ECHS മാവേലിക്കര ഓഫീസർ ഇൻചാർജ് ലഫ്റ്റനന്റ് കേണൽ ശ്രീകുമാർ, ITBP നൂർനാട് അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TS താഹ, എക്സ്-സർവീസ്മാൻ ലീഗ് പ്രതിനിധി കുഞ്ഞുമോൻ, റവറന്റ് ഫാദർ D ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ, വാർഡ് അംഗം നിബു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. He was my brother in uniform. We trained together. We played together. We ate together. We slept together. For 1 year we were together, and after that we served in different places, but we are all connected. So when this accident happened, all our coastmates of Kerala who are from Kerala, they came to meet uncle and auntie, and they tried to help or tried to do their duty what a son is supposed to do.
ഹോണററി ക്യാപ്റ്റൻ സനൽകുമാർ പിള്ള കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് ഹരിപ്പാട്.